ആ ഇതുവഴിയാണ് കയറണ്ടേ? നല്ല ജോളിയായിട്ട് ജോളി. ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ അകലെയായിട്ട് പേപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ഇന്നത്തെ നമ്മുടെ യാത്ര പേപ്പാറയിലേക്കാണ്. ഇന്ന് നമ്മൾ ജോയിൻ ചെയ്തേക്കുന്നത് വൈൽഡ് ലൈഫ് എക്സ്പേർട്ടായിട്ടുള്ള രാഹുൽ ബ്രോയും പിന്നെ എൻ്റെ 2 കൊളീഗ്സുമാണ്, രാജേഷും സുനിലും. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി തന്നെയാണ് ലക്ഷ്യം. പേപ്പാറ ഡാമിലേക്കുള്ള റൂട്ടിൽ വരികയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ കട മിസ് ചെയ്യരുത്. കാട്ടിലെ കട എന്നാണ് ഇതിൻ്റെ പേര്. നല്ല നാടൻ ഫുഡിൻ്റെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഇവിടുത്തെ ഫുഡൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. രണ്ട് സൈഡും അക്കേഷ്യ മരങ്ങളിൽ നിറഞ്ഞ റോഡിലൂടെയാണ് നമ്മൾ പേപ്പാറ ഡാമിലേക്ക് പോകുന്നത്. ആക്ച്വലി ഇത് ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്, അതുകൊണ്ട് വൈൽഡ് അനിമൽ സൈറ്റിങ്ങിന് ചാൻസസ് ഉണ്ട്. ചെറിയ കാട്ടുകോഴി അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളെയാണ് കൂടുതലും കാണുന്നത്. നാളെ രാവിലെ ഫോട്ടോഗ്രാഫി ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രെക്ക് ഉള്ളതുകൊണ്ട് ഇന്ന് പേപ്പാറയിൽ സ്റ്റേ ആണ് ഉദ്ദേശിക്കുന്നത്. ഡാം റിസർവോയറിൻ്റെ വ്യൂ ഉള്ള പേപ്പാറയിലെ മെയിൻ IB ഇന്ന് അവൈലബിൾ അല്ല. അതുകൊണ്ട് എൻട്രൻസ് ഗേറ്റിന് പുറത്തുള്ള ഒരു IBയിലാണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏതായാലും വന്ന സ്ഥിതിക്ക് മെയിൻ IB വരെ ഒന്ന് പോയിട്ട് വരാം. നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് പേപ്പാറ ഡാമിൻ്റെ മെയിൻ ഗേറ്റിന് പുറത്തായിട്ടുള്ള വനശ്രീയുടെ ഒരു ഷോപ്പിംഗ് ഔട്ട്ലെറ്റ് ഉണ്ട്, അതിനോട് ചേർന്നിരിക്കുന്ന IBയിലാണ്. ഇത് കുറച്ച് പഴയ ഒരു ബിൽഡിംഗ് ആണ്, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. 2 ബെഡ്റൂമാണ് വരുന്നത്. കാട്ടിൽ വരുന്ന സമയത്ത് ജസ്റ്റ് കിടന്നുറങ്ങാനുള്ളൊരു സ്ഥലം എന്നതിലുപരി റൂം ഒരു വലിയ ഫാക്ടറായിട്ട് എടുക്കാത്തത് കൊണ്ട് ഇത് തന്നെ ധാരാളമാണ്. കാടുമായിട്ട് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരിക്കലും ലക്ഷറി നമ്മുടെ മനസ്സിലുണ്ടാവാനേ പാടില്ല. റൂമിലെത്തി സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം പൊടിയക്കാല എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒന്ന് പോവാണ്. അവിടെ ഒരാൾ കാണാനായിട്ടുണ്ട്. പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കകത്ത് പല ട്രൈബൽ കോളനീസ് ഉണ്ട്. അതിലൊരു ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏരിയ ആണ് പൊടിയക്കാല. ഇപ്പം നമ്മളീ പോകുന്ന റൂട്ട് ആക്ച്വലി ഒരു ഫോറസ്റ്റ് ഏരിയ തന്നെയാണ്. ബട്ട് നേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് റോഡ് വെട്ടിയിരിക്കുന്നത്. ഓട്ടോയിലും ബൈക്കിലും ഒക്കെയാണ് അവർ ഇതുവഴി ട്രാവൽ ചെയ്യാറ്. ആന ഉൾപ്പെടെയുള്ള വന്യമൃഗജീവികളെല്ലാം ഉള്ളൊരു സ്ഥലമാണ്, അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടാണ് ഇതുവഴി പോകേണ്ടത്. ട്രൈബൽ സെറ്റിൽമെൻറ്റിലുള്ള ആൾക്കാർ പൂജ ചെയ്യുന്നൊരു ക്ഷേത്രമാണ്. എന്ത് പ്രതിഷ്ഠയാണെന്ന് അറിയില്ല, പക്ഷെ വൈൽഡ് ലൈഫ് ആക്ടിവിറ്റിക്ക് നല്ല ചാൻസ് ഉള്ളൊരു ഏരിയയാണിത്.
ഈ കാണുന്നതാണ് പൊടിയക്കാല ജംഗ്ഷൻ. ട്രൈബൽ സെറ്റിൽമെൻറ്റിൻ്റെ മെയിൻ ഒരു ഏരിയ ആണ്. എക്കോ ഡെവലപ്മെൻറ്റ് പദ്ധതികളുടെ ഭാഗമായിട്ട് ഇവിടെ ഒരുപാട് ബിൽഡിങ്സ് ഒക്കെ കാണാൻ സാധിക്കും. പൊടിയക്കാലയിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെ നമുക്ക് പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. സ്ഥിരമായിട്ട് ട്രൈബൽസ് എല്ലാം ചൂണ്ടയിടുന്ന ഒരു സ്ഥലമാണിത്. ട്രൈബൽസിനാണല്ലോ നോർമലി ചൂണ്ടയിടാനൊക്കെയുള്ള അവകാശം കൊടുത്തിട്ടുള്ളത്. വൈൽഡ് അനിമൽസ് വെള്ളം കുടിക്കാനായിട്ട് ഇറങ്ങുന്ന ഒരു ഏരിയ ആണ്. ഇവിടുത്തെ നേറ്റീവ്സിനെ ആന അറ്റാക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ആന ഇറങ്ങിയില്ല. ഇവിടേക്ക് വന്നിട്ട് എന്ത് എന്തിയാ ഇവിടെ നിന്നാ ഇപ്പൊ മൂടി കിടക്കല്ലേ? ഇവിടെ എന്താ ഒരാൾ നിന്ന് അത് നിൽക്കുന്നു. അവിടെ എല്ലാം ഉണ്ട്. അറിയാമോ? യെസ്, ഇവിടെയാണെന്നോ
ഉറങ്ങി. മേളില അല്ല അവര് ഞാൻ താഴെ ഒന്നും അറിയാൻ പോത്തായിരുന്നു. ഇവിടെ എല്ലാം പോത്താ. രാവിലെ നമ്മളിപ്പോൾ ഒരു ട്രെക്കിങ്ങിനായിട്ട് ഇറങ്ങുകയാണ്. മെയിൻ ഉദ്ദേശം ഫോട്ടോഗ്രാഫി എന്നാണ്. ചുറ്റും കാണുന്നത് അക്കേഷ്യ മരങ്ങളാണ്. അത് ആക്ച്വലി ഇവിടെ നേരത്തെ പ്ലാന്റേഷൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം മുറിച്ച് കളഞ്ഞാലും അക്കേഷ്യയുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ വീണ്ടും തനിയെ പൊടിച്ചു വരും. ബട്ടർഫ്ലൈസ് ചെയ്യുന്ന മഡ് പഡ്ലിംഗ് എന്ന് പറയുന്നൊരു പരിപാടിയാണിത്. അതിന് സർവൈവ് ചെയ്യാനായിട്ടുള്ള മിനറൽസും വൈറ്റമിൻസൊക്കെ മണ്ണിൽ നിന്നും വേറെ ആനിമൽസിൻ്റെ കാഷ്ടത്തു നിന്നൊക്കെ വലിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. അത്യാവശ്യം ഡെൻസ് ആയിട്ടുള്ളൊരു ഫോറസ്റ്റാണ് പേപ്പാറയിലുള്ളത്. അധികം ഉപയോഗിക്കാത്ത പാത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് അടഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. നോർമലി വരുന്ന വഴിയല്ലേ? ആ ഇതുവഴിയാണ് കയറണ്ടേ? ഒളിച്ച് ഇതിന്റെ മുകളിൽ പറണ്ട. നീ അവിടെ ഇരിക്കുവോ? എന്നാല പകുതി പകുതിയായിട്ട് കയറാം. കയറട്ടെ. അല്ല എനിക്കെന്തായാലും കൈ വേണ്ടി വരും. അതുപോലെ സ്ട്രെച്ച് ചെയ്യപ്പോൾ കയറുന്നില്ല. അവിടെ ഇരുന്ന് കൈ തന്നാൽ നീ അവനും കൂടി താഴെ പോരും. ഇല്ല, അവനോട് ഇരുന്നാൽ മതി. ആ ഗ്രിപ്പ് കിട്ടുന്നിടത്ത് ഇരുന്നിട്ടേ അവിടെ വരെ ഒരാൾ ഇരുന്നിട്ട് കയറണോ? ഞാൻ കേട്ടോ. അവസാനം ഞാൻ കയറി. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. രാജേഷ് ഉണ്ടല്ലോ അല്ലേ? കണ്ണിക്കൊണ്ടാലും ലെൻസ് പോകരുത്. എനിക്ക് എടക്കൽ കേവ്സ് ഒക്കെ ഓർമ്മ വരുന്നു. അല്ല, അത് ഒരു ഗുഹയ്ക്കകത്തൂടെ നുഴഞ്ഞു കയറി. അവരിപ്പോ ഏണിയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു പോയിന്റ് ഫ്രീ ആക്കി ഇട്ടേക്കണം.
പേപ്പാറ ഡാമിൻ്റെ റിസർവോയറിൻ്റെ വ്യൂ ആണിത്. ദാസൻ ഇതൊക്കെ സ്റ്റീം കേക്കാണ്, സ്റ്റീം കേക്ക്. ഞാൻ പറയാ വീഡിയോ എടുത്തെടുത്ത് വരാം. ഓണ ഫോൾസാ കുടിക്കാൻ വെള്ളം കൊണ്ടുവന്നില്ല, അപ്പോഴാണ് കയറ്. നല്ല ജോളിയായിട്ട് അത് കാര്യം ചെയ്യ്. എടാ ഈ ബോട്ടിലേക്ക് എന്നിട്ട് കൊടുക്കുക. അല്ല, നമുക്ക് ഇത് മാത്രം മതി. മതിയാ? കുടിക്കാൻ മാത്രം മതിയല്ലോ. ഇനിയിപ്പോ അധികം അതിലും കൂടെ വെച്ചിരിക്കാം. വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയല്ലോ കുറച്ച്. പുല്ല് കഴിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഓടാനും സ്ഥലമില്ല. അതെ ഇവിടെ മറ്റേ വർക്കിന്, ഡാമിന്റെ വർക്കിന് അല്ലേ? ചതുപ്പാണ്. ഇപ്പുറത്ത് വഴിയുണ്ട്. അടിപൊളി സെറ്റപ്പാണല്ലോ. എവിടെ? പാറയുടെ മുകളിൽ. അവിടെ നിന്ന് ഷൂട്ടിങ്ങിന് പറ്റിയത്. ഇറങ്ങിക്കോട്ടെ. കുറേ അധികം അന്വേഷിച്ച് നടന്നെങ്കിലും വിചാരിച്ചതുപോലെ വൈൽഡ് ലൈഫ് സൈറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും നന്നായിട്ട് ആ ട്രെക്ക് ഒന്ന് ആസ്വദിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ഇതുപോലെ ഇനിയും ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. സീ യു സൂൺ. അഡിയോസ് അമീഗോസ്.